2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രസ്ഥാനം ഭരണത്തിലേറിക്കഴിഞ്ഞു. എന്നാൽ അധികാരത്തിന്റെ മധുരത്തിനൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ സംഘടനാപരമായി വലിയൊരു പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും നിശ്ചയിക്കുന്നതിനേക്കാൾ സങ്കീർണമായ ഒരു കീറാമുട്ടിയായി KPCC അധ്യക്ഷ സ്ഥാനം സംഘടനയുടെ പുനഃസംഘടനയും മാറിയിരിക്കുന്നു. ഭരണം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ ഐക്യം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഈ വിജയം ഗ്രൂപ്പ് പോരുകൾക്ക് പുതിയൊരു തലം നൽകിയിരിക്കുകയാണ്. നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്ഥാനമൊഴിയുമ്പോൾ പകരം വരുന്ന നേതാവ് ആരായിരിക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കുന്നു. സണ്ണി ജോസഫിന് പകരം ബെന്നി ബെഹനാൻ വരും എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ഏകദേശ ധാരണ. എന്നാൽ യുവാക്കളുടെയും KC വേണുഗോപാൽ പക്ഷത്തിന്റെയും പിന്തുണയോടെ ഷാഫി പറമ്പിലിന്റെ പേര് മുൻനിരയിലേക്ക് വന്നതോടെ സമവായം അസാധ്യമായി. കേരളത്തിലെ യുവതലമുറയ്ക്കിടയിൽ ഷാഫിക്കുള്ള സ്വാധീനം ചെറുതല്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും താല്പര്യപ്രകാരം പാർട്ടിയെ നവീകരിക്കാൻ ഒരു യുവനേതാവ് വേണമെന്ന വാദം ശക്തമാണ്. KC വേണുഗോപാലിന്റെ അതിശക്തമായ പിന്തുണ ഷാഫിക്ക് ഒരു മുൻതൂക്കം നൽകുന്നുമുണ്ട്. ഇതിനിടയിലാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം എന്ന കാർഡ് ഉപയോഗിച്ച് കൊടിക്കുന്നിൽ സുരേഷ് രംഗത്തെത്തുന്നത്. മുതിർന്ന നേതാക്കൾക്കിടയിൽ ഒരു വിഭാഗം കൊടിക്കുന്നിലിനെ പിന്തുണയ്ക്കുന്നത് ഷാഫിയുടെ വരവിനെ തടയാനാണ്. ഇത് പാർട്ടിക്കുള്ളിലെ ജാതിയും പ്രാദേശികമായ സമവാക്യങ്ങളെ ബാധിച്ചിരിക്കുന്നു. തർക്കങ്ങൾക്കിടയിൽ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ആന്റണിയുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്നത്. ഗ്രൂപ്പ് വൈരാഗ്യങ്ങളില്ലാതെ നേതാവെന്ന പരിഗണന അദ്ദേഹത്തിന് ലഭിച്ചേക്കാം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും നിർണായകമായ വ്യക്തിത്വം KC വേണുഗോപാലാണ്. ഹൈക്കമാൻഡിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം കേരളത്തിലെ പുനഃസംഘടനയിൽ പൂർണ്ണമായും പ്രതിഫലിക്കുമെന്നതും ഉറപ്പാണ്. നിലവിലെ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ അദ്ദേഹത്തിന്റെ വിശ്വസ്തരാണ്. തന്റെ അനുയായികളെ സുപ്രധാന സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ AI ഗ്രൂപ്പുകൾ സംയുക്തമായി പ്രതിരോധം തീർക്കുന്നുമുണ്ട്. ഈ ഗ്രൂപ്പ് പോര് വെറും ഒരു അധികാര വടംവലിയല്ല, മറിച്ച് പാർട്ടിയുടെ ഭാവി ആരുടെ കയ്യിലായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പോരാട്ടമാണ്. തന്റെ വിശ്വസ്തനായ ഷാഫി പറമ്പിലിനെ അധ്യക്ഷ പദവിയിൽ എത്തിക്കാൻ KC നടത്തുന്ന നീക്കങ്ങൾ വിജയിക്കുമോ എന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. KPCCയുടെ ഘടനയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മറ്റൊരു വലിയ തലവേദനയാണ്. ചരിത്രത്തിൽ ആദ്യമായി 13 വൈസ് പ്രസിഡന്റുമാരുള്ള ഒരു ജംബോ സമിതിയാണ് നിലവിലുള്ളത്. വൈസ് പ്രസിഡന്റുമാരായ VT ബൽറാം, മാത്യു കുഴൽനാടൻ, M ലിജു തുടങ്ങിയവർ മന്ത്രിസഭയിലേക്ക് എത്തുമെന്നത് ഉറപ്പായതോടെ ഈ സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്തേണ്ടി വരും. ഓരോ ഗ്രൂപ്പും തങ്ങളുടെ ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് ജംബോ പട്ടികകൾ വീണ്ടും നീളാൻ കാരണമാകും. സംഘടനാ ചുമതല ഏറ്റെടുക്കാൻ പല നേതാക്കളും മടിക്കുന്നത് ഭരണത്തിനോടുള്ള താല്പര്യം കാരണമാണ്. ഇത് പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുമോ എന്ന ആശങ്ക മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. സംസ്ഥാന തലത്തിൽ മാത്രമല്ല, ജില്ലാ തലത്തിലും കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി നേരിടുന്നു. പ്രധാന 5 ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മലപ്പുറത്ത് VS ജോയിയും എറണാകുളത്ത് മുഹമ്മദ് ഷിയാസും കോട്ടയത്ത് നാട്ടകം സുരേഷും MLA-മാരായി മാറുമ്പോൾ ആ കസേരകളിൽ പുതിയ ആളെ കണ്ടെത്തുക എന്നത് എളുപ്പമല്ല. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പ് നോക്കാതെ കഴിവുള്ളവരെ കൊണ്ടുവരണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. എന്നാൽ ഓരോ ജില്ലയിലും പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദവും ശക്തമാണ്. ഒരു ജില്ലയിൽ അഴിച്ചുപണി നടത്തുമ്പോൾ മറ്റുള്ള ജില്ലകളിലും മറ്റും വേണമെന്ന ആവശ്യം ഉയരുന്നത് സമവായ ചർച്ചകളെ ബാധിക്കുന്നു. UDF-ലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളെ ആശങ്കയോടെയാണ് കാണുന്നത്. ഭരണം ലഭിച്ച ആദ്യ നാളുകളിൽ തന്നെ പരസ്യമായി ഗ്രൂപ്പ് പോര് നടക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുമെന്ന് ലീഗ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകരുതെന്ന് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണം ലഭിച്ചു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ അവസരമാണ്. എന്നാൽ സംഘടനാപരമായ പാളിച്ചകൾ ഈ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കാൻ സാധ്യതയുമുണ്ട്. പുതിയ കാലത്തിനനുസരിച്ച് പാർട്ടിയെ നവീകരിക്കാൻ ശേഷിയുള്ള യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു അധ്യക്ഷനെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഷാഫി പറമ്പിലിനെ പോലെ ഒരു യുവ നേതാവിനെ കൊണ്ടുവന്നാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെങ്കിലും മുതിർന്ന നേതാക്കളെ എങ്ങനെ ശാന്തരാക്കുമെന്നത് ചോദ്യമായി അവശേഷിക്കുന്നു. സണ്ണി ജോസഫിന്റെ മന്ദഗതിയിലുള്ള പ്രവർത്തന ശൈലിയിൽ നിന്ന് മാറി ക്രിയാത്മകമായ ഒരു നേതൃത്വത്തിലേക്ക് KPCC മാറേണ്ടതുണ്ട്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഗ്നിപരീക്ഷയാണ്. ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്താനോ അതോ പാർട്ടിയുടെ നവീകരണത്തിന് മുൻതൂക്കം നൽകാനോ എന്ന തീരുമാനമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുക. ഭരണം ലഭിച്ച ആവേശത്തിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ശക്തമായ ഒരു സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയം ആവർത്തിക്കാൻ കഴിയൂ എന്നും നേതാക്കൾ തിരിച്ചറിയണം. പുതിയ സർക്കാരിന് കരുത്തുറ്റ പിന്തുണ നൽകാൻ ശേഷിയുള്ള ഒരു KPCC അധ്യക്ഷനെ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഷാഫി പറമ്പിലാകുമോ അതോ അപ്രതീക്ഷിതമായ ഒരു പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുമോ എന്ന് കണ്ടറിയണം.